último aviso a los señores pasajeros del vuelo Air France 2C49 con destino París Charles de Gaulle. Embarquen urgentemente por la puerta número B43. Last call for passengers on flight Air France 2049 to Paris Charles de Gaulle. Please proceed. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കെൻഡോണിയിലേക്കുള്ള വിമാനം ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. കെൻഡോണിയിലേക്കുള്ള വിമാനം ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. എവിടേക്കാണ് വണ്ടി മാറ്റണം എങ്ങോട്ടാ നേരത്തെ ചെയ്യും Oh my God! My new car! You blood! അതെ അറിയാണ്ട പറ്റിയതാ. നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. വണ്ടി അറിയാണ്ട്. Don't touch my car. Get off! Hey man! Come here! ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ പൊക്കോളാം. ഇവിടെ പാടും. അപ്പൊ ഇയാൾക്ക് ഒച്ചുണ്ടാക്കാൻ മാത്രല്ല വർത്താനം പറയാനും അറിയാം. താനെന്ത് ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങണത്? അതെ സാറേ, ഈ കടലാസിൽ കാണുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ഓ, കെൻറ്റോണിയ. ബട്ട് ഫാർ അവേ. ആ ഇത്ര അടുത്ത ഇങ്ങോട്ട് വന്നാണ്, ഞാൻ പോയിക്കോളാം. തനിക്ക് അവിടെ ആരെയാ കാണേണ്ടത്? ഈ അഡ്രസ്സിൽ കാണുന്ന ആളേനെ അറിയോ നിങ്ങള്? ഇങ്ങനെ ഒരാളൊന്നും ഇല്ലടോ അവിടെ. അപ്പൊ കടലാസിൽ പറയണ്ടല്ലോ. തന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടോ? നോക്കട്ടെ. എടോ, ഇത് ലിസ്റ്റ് ഒന്നല്ലടോ, തന്നെ ആരോ ചീറ്റ് ചെയ്തിരിക്കുന്നു. അല്ല എന്ന് വെച്ചാ താൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മുളയങ്കാവിൽ അമ്മയെ ചതിച്ചൂലോ. എന്റെ സുലൈമാനെ എന്നോട് നാട്ടിലേക്ക് എങ്ങനെ ചെല്ല, കടക്കാര മോത്തേക്ക് എങ്ങനെ നോക്കുക? മരിക്കാ വേദം, മരിക്ക. ഞാൻ ഈ കടലിൽ ചടിച്ചാവാൻ പോവാണ്. Don't do that. ഞാൻ
ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് സാറേ? Man, don't do that. ഞാൻ ചാടാൻ പോവാ. Hey! Stop! Oh my God! എനിക്ക് മരിക്കണം. താനിങ്ങനെ വാവിട്ട് കരയേണ്ട ആവശ്യമൊന്നുമില്ലടോ. തന്നെ പോലുള്ളവർ രക്ഷിക്കാനല്ലേ ഞാനൊക്കെ ഇവിടെ ഇരിക്കണത്. ആ സൂക്ഷിച്ചു പതുക്കെ ഇറങ്ങ്. അല്ല സാറിനെന്താ പണി? ഡ്രൈവറാ? എടോ, ഞാനൊരു സർക്കസ് കമ്പനിയിലെ സൂപ്പർവൈസറാണ്. It's okay, no problem. Get in. ഡോ അവിടെ അല്ലടോ, ഫ്രണ്ടിൽ കാരണം. പോകാം. Starting trouble. ആട്ടെ, തനിക്ക് എന്തൊക്കെ ജോലികൾ അറിയാം? ചായ പാരും. നാട്ടില് ചായക്കട ഇറന്ന് അത്യാവശ്യം അടുക്കളപ്പണിയൊക്കെ ചെയ്യും. തനിക്ക് സർക്കസ് അറിയണോ? കണ്ടിട്ടുണ്ട്. എന്റെ ചായപ്പീടിന്റെ തൊട്ട് പിന്നത്തെ കണ്ടത്തില് കൊല്ലുണ്ടാവാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടത് കൊണ്ടായില്ല, കാണിക്കണം. താൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദൂരേക്ക് നാട് വിട്ടു പോടുന്നത്. ഏയ്, തൃശ്ശൂർക്ക്, പാലക്കാട്ടേക്ക്, കോഴിക്കോട്ടേക്ക് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ എത്ര ദൂരത്തേക്ക് അങ്ങോട്ട് പോയാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് കുടുംബത്തേക്ക് അങ്ങോട്ട് എത്തണം. അതൊരു ശീല. തന്റെ ശീലങ്ങളൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാം. ആ, മാറ്റണം.
ഓടിക്കാൻ അറിയോ? സൈക്കിൾ ഓടിക്കും, ലൈസൻസ് എടുത്തിട്ടില്ലേ. മരണകോളത്തിൽ വേഗത്തിൽ സൈക്കിൾ ഓടിക്കുമ്പോ പോലീസ് ചെക്ക് കൊണ്ടുണ്ടാവില്ല, ലൈസൻസ് വേണ്ട. അല്ല, അപ്പൊ ഇതിന് മുന്നേ ഓടിച്ചേർന്ന ആളോ പിരിഞ്ഞതാ? ഏയ്, പിളർന്നതാ. മരണകോളത്തിൽ വേഗത്തിൽ സൈക്കിൾ ഓടിക്കുമ്പോ ഗോളം പിളർന്ന് രണ്ടായി. പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. ഐ തിങ്ക് ജപ്പാനിൽ എവിടെ ഉണ്ടെന്നാണ് കേട്ടത്. എന്നാ എനിക്ക് ഈ പണി വേണ്ട, ഇത്രയും ദൂരം ഒന്നും പോവാൻ വയ്യേ. ചെറുതെന്തെങ്കിലും നോക്കട്ടെ. ഉണ്ടാവും, നോക്കൂ. യെസ്, പിന്നെ ഒഴിവുള്ളത് കത്തിയേറിലാണ്. അത് മതി, അത് മതി. കത്തിയട്ടല്ല എന്റെ മെയിൻ പരിപാടി. ചായക്കടയിലേ ഉള്ളി ഇങ്ങോട്ട് എടുക്കുക, തക്കാളി ഇങ്ങോട്ട് എടുക്കുക, വഴുതനങ്ങ എടുക്കുക. കത്തി ഞാൻ എറിഞ്ഞോളാം സാറേ. എറിയാനല്ലടോ, എറിയുമ്പോൾ വെറുതെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി. അതെ, അപ്പൊ ഇതിന് മുന്നുണ്ടായിരുന്ന ആളോ ജപ്പാനിലാവും. ഏയ്, പാവം ചത്തുപോയി. അദ്ദേഹത്തിന് കുഴപ്പമുണ്ടെന്നല്ല കേട്ടോ, എറിയുന്നവന് പിഴച്ചതാ. പലകയിൽ തറക്കുന്നതിന് പകരം നെഞ്ചത്ത് തറച്ചിരുന്നു. പക്ഷെ ആള് തീർന്നായിരുന്നു കേട്ടോ, ഒന്ന് കരഞ്ഞത് പോലുമില്ല. നിന്ന നിൽപ്പിൽ അങ്ങനെ അങ്ങോട്ട് നിന്നു. പലക കൂട്ടി തുളഞ്ഞിട്ടുണ്ടാവേ, സാധ്യത തള്ളിക്കളയാനാവില്ല. അതെ, എനിക്ക് ഇങ്ങനത്തെ വലിയ പണികളൊന്നും വേണ്ട. അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് മതി. എടോ, അതിനിവിടെ അടുക്കളയൊന്നും ഇല്ലടോ. അല്ലകത്തിന് ആർക്കാണ് ഇവിടെ തിന്നാൻ സമയമുള്ളത്? ഇതൊരു വൻ സംരംഭമല്ലേ, അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അതെ, ഇവിടെ എവിടെ നിന്നാലാ നാട്ടിലേക്കുള്ള വണ്ടി എളുപ്പം കിട്ടുക? തന്നെ എവിടെ കണ്ടാലും പോലീസ് പിടിക്കും. അതിന് സർക്കസ് ചേരാത്തൊരു കുറ്റ? ആ പിന്നെ സർക്കസ് ചേരാത്തൊരു കുറ്റമൊന്നുമല്ല, പക്ഷെ വിസ ഇല്ലാത്തതൊരു കുറ്റമാണ്. IPC സെക്ഷൻ 105, you are under arrest. നിന്നെ മരണം വരെ തൂക്കിക്കൊല്ലും. എന്തെങ്കിലും ഒരു ഉണ്ടാക്കി തരണം യുവർ ഓണർ. തൽക്കാലം കുരങ്ങൻ ചത്ത വേക്കൻസിയിലാണ് ഒരു ഒഴിവ് കാണുന്നത്. തന്നെ കൊണ്ട് അതിന് പറ്റും. നല്ലതുമൊക്കെ കാണിച്ച ആളുകളെ ചിരിപ്പിച്ചാൽ മതി, റിസ്ക് കുറവാണ്. അതെ, ഞാനൊരു കിരയത്തിലെ നായരാണ്. താനാ കണ്ണാടി നോക്കി മുഖം നന്നാക്കുന്ന കോമാളിയെ കണ്ട? കോലത്തെ തമ്പ്രാന. രാജഭരണായിരുന്നെങ്കിപ്പോ രാജ്യം ഭരിക്കേണ്ട ആൾ. അപ്പോ കുരങ്ങനാവണം. മനുഷ്യനായിട്ട് ഞാനിനി ഇല്ല. സൂക്ഷിച്ചില്ലെങ്കിൽ കുരങ്ങനായിട്ടും താണ്ടാവില്ല. അതെന്താ? എടോ, നോട്ടക്കാരന് പറ്റിയ കയ്യബദ്ധത്തിലല്ലേ കഴിഞ്ഞ സീസണിലെ കുരങ്ങൻ ചത്തത്? അബദ്ധം? കൂടുമാറ്റി കയറ്റി സിംഹത്തിന്റെ കൂട്ടിൽ. വിശപ്പ് മാറി കടന്നുടങ്ങുന്ന സിംഹത്തിനെ കണ്ടപ്പോഴാ അബദ്ധം മനസ്സിലായത്. നാരായണി, ബാക്കി വിവരത്തിന് ഞാൻ എഴുതാം. നമുക്കേതായാലും മാനേജറെ കാണാം. അദ്ദേഹമാണല്ലോ അപ്പോയിന്റ്മെന്റ് തീരുമാനിക്കേണ്ടത്. വരികയാണ് 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 വരികയാണ്.
come in, sir? Yes, come in. Who is that? തൊഴിലന്വേഷകൻ, ഉദ്യോഗാർത്ഥി. For what? അങ്ങേ മുഖം കാണിക്കാൻ. Experience വല്ലതും? നാട്ടിൽ പട്ടിണി കടന്ന് ശീലമുണ്ട് സാർ. സർട്ടിഫിക്കറ്റ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ചോദിക്കാം. എനി സർട്ടിഫിക്കറ്റ്സ്? എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എടോ, താനാണെന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു രേഖ? ഞാനാണെന്ന് സാറിന് അറിയില്ലേ? സാറിന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താ പോരെ? എന്തോ എന്തെങ്കിലും ഒരു പേപ്പർ. നാരായണ റേഷൻ കാർഡ് തന്നിട്ടുണ്ട്. മതി. ഈ ആഴ്ച തരി മേടിച്ചതാ. മണ്ണെണ്ണുണ്ട് സാർ. ചുവപ്പ് കാർഡാണ് സാർ. ചുവപ്പ് കാർഡ്. ഇത് അഭ്യാസം അറിയുന്നവർക്ക് ഇന്ത്യയിൽ സർക്കാർ പ്രത്യേകം കൊടുക്കുന്ന ഒന്നാണ്. വാട്ട് അഭ്യാസം? ഗുഡ് സർവീസ് എൻട്രി. എങ്കിൽ നമുക്ക് അഡ്വൈസ് മെമ്മോ കൊടുക്കാം. നിയമന ഉത്തരവ് കൈപ്പറ്റടോ. മതി. സാറേ, എന്റെ ജീവിതം സാറ് രക്ഷിച്ചു. ഞാനല്ലടോ, ആസാ. സാറേ, എന്റെ ജീവിതങ്ങള് സാറ്, ഇതെന്റെ സാറാണിത്. ഈ സാറിൻ്റെതാണ്. താനെന്തോടോ മാനേജർ എങ്ങനെ സൂക്ഷിച്ചു നോക്കണത്? അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ച വാലും ചുരുട്ടി ഓടേണ്ടി വരും. ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. കിട്ടി. എനിക്ക് ഇങ്ങോട്ട് വരാൻ വിസ തന്ന സുലൈമാന്റെ അതേ ചായയാണ് ഇയാൾക്ക്. ഒരേ ചായയിൽ എത്ര പേർ! എന്ത്ര അത്ഭുതം! ഒരാൾ തന്നെ നാട് കടത്തുന്നു, മറ്റേയാൾ തന്നെ സംരക്ഷിക്കുന്നു. വളരെ വിചിത്രം. കണ്ട ആ ഒരു നടത്തും, കണ്ട ഓക്കെ, ആ ഒരു നിർത്തും. സുലൈമാനെ, താനേതായാലും പോയി മേക്കപ്പ് ചെയ്യണം. सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः परमानन्दझाः। उत्तरप्रदेशे विधानसभानिर्वाचनानां द्वितीयश्चरणः सद्यः समाप्तिमगात्। तात्कालिकविज्ञप्तेरनुसारि मतदानं प्रतिशतं 40% अजायत। समुचितः औद्योगिकविकासः നായരേട്ടാ, ഒരു ചായ രേട്ടാ. കേറി ഇരിക്കട്ടാ. നായരേട്ടാ, ദോശ തരുവേട്ടാ. എത്രണ്ണം വേണം? 2 എണ്ണം വേണം. 1 2. നായരേട്ടാ, ചട്ടിണി എവിടെ? മറന്നുട്ടാ. ഏയ്, കടുപ്പത്തിലൊരു ചായ നമ്മക്കും ഇരിക്ക. സുലൈമാനിക്ക, സുലൈമാനിക്ക, എത്ര കാലായി നമ്മൾ നിങ്ങളെ കണ്ടിട്ടെന്നറിയോ? നിങ്ങൾ എവിടെ ഇത്രയും കാലം? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടടാ. അല്ല സുലൈമാനിക്ക, നമ്മൾ നിങ്ങളോട് ഒരു വിസേന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ?
അതെന്തായി? അല്ല ഇപ്പൊ പോവാൻ റെഡിയാണോ? പോവാൻ റെഡിയാണോ? ഇങ്ങൾ പറഞ്ഞതിന് പിറ്റേസിന്റെ പെണ്ണും പിള്ള പെട്ടി പാക്ക് ചെയ്തില്ലേ? ആ സുലൈമാനിക്ക, ഞമ്മക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഞമ്മളെ ചൂടുള്ള രാജ്യത്തേക്ക് നിങ്ങൾ കയറ്റേക്കരുത്. ഞമ്മക്ക് ഈ തലവലി ബസർപ്പറങ്ങിയിട്ട് ജലദോഷം അങ്ങനെ ഒരു കുഴപ്പം ഞമ്മക്ക് തന്നെ. ചൂടുള്ള രാജ്യം വേണ്ട. ആയിക്കോട്ടെ, നമ്മൾ നോക്ക. പിന്നെ കുവൈത്ത്, ബഹ്റിൻ, ഷാർജ, ദുബായ്. ദുബായ് വേണ്ട. ദുബായിൽ എന്താ ചൂടിച്ചിട്ടാ? ചൂടുള്ള രാജ്യം വേണ്ട. തണുത്തന്തള്ളോക്കി. പിന്നെ ഒരു ഉഗ്രം വിസ ഉള്ളത് UK ക്കാണ്. യുണൈറ്റഡ് കിങ്ഡമാണോ? മനസ്സിലായില്ല. ലണ്ടനാണ്. ലണ്ടൻക്കാ? സുലൈമാനിക്ക, ഞമ്മള് ലണ്ടൻക്കാ? ഇങ്ങളൊന്ന് പോയി നോക്കേ, എന്റെ ഭാഗ്യട്ടാ. അങ്ങനെ പറഞ്ഞോടിക്കാ സുലൈമാനിക്ക. ഞാൻ ഇപ്പൊ ലണ്ടനിക്കാണ്ട് പോയിന്ന് വെക്കാം. ഇക്ക എന്താ അവിടെ പണി? അനക്ക് ഇവിടെ എന്താ പണി? നായരട്ടാ, ഒരു ദോശ. അവിടെ ഇതൊക്കെ തന്നെ പണി. നമ്മള് വെറുതെ അങ്ങനെ നടന്നു കൊടുത്താ മതി. അപ്പൊ കായ അവിടെ മൊത്തം യന്ത്രങ്ങളല്ലടോ. അടച്ച റബ്ബേ, വെറുതെ നടന്ന കായ. സുലൈമാനിക്ക, ഞമ്മക്ക് ഇപ്പൊ ലണ്ടനിക്ക് പോണം. ഐശ്വര്യ ബിസന്റെ തരി. തന്നോളി. അയ്യോ. അപ്പൊ സുലൈമാനിക്ക, അടുത്ത ലീവിന് കാണാം. അതാണ് നായരട്ടാ, അടുത്ത ലീവിന് കാണാട്ടാ. നോക്കെ, ഇന്റെ ഭാഗ്യാട്ടാ. ഏടാ എങ്ങട്ടാ? അങ്ങോട്ട് ലണ്ടൻ. ഇവിടെ ലണ്ടൻ ഈ വൈക്കല്ലേ? അവിടെ പശ്ചിമേഷ്യ രാജ്യങ്ങളല്ലേ? ചാടിയെന്നിട്ടാ ലണ്ടൻ അങ്ങട്ടാ? പറയണ്ട ഇങ്ങള്. ലണ്ടനിലേക്കുള്ള വഴി പോലും അവനറിയില്ല. മണ്ടൻ. അരട്ടാ, അങ്ങനെയാണ് ആൺകുട്ടികള്. ഓന്റെ അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോ അപ്പോഴും ഉണ്ടാവും ഈ ചായപ്പീടിയിൽ കരിമ്പോക്കിയും കൊണ്ട്. അതെന്ത് വർത്താനം സുലൈമാൻ എനിക്ക് പറഞ്ഞത്? എടാ, ഇപ്പ പോയ ഓന്റെ മാരിന്റെ കാര്യം എനിക്കിവിടെ 100 ചുറ്റുപാടില്ലേ? നിങ്ങൾ എത്ര കാലം ചായ പാർന്നതായിരട്ടാ? എന്നിട്ട് നിങ്ങൾ എന്താ നേടിയേ? സുലൈമാന്, ഈ കാണുന്നത് മുഴുവൻ ഞാൻ നേടിയത് ഈ ഒരൊറ്റ ചായപ്പീടി ഉണ്ടാ. എന്ത്? ആ ആര്യാട്ടണ നാടനടുത്ത് 4 മക്കളോ? അന്നെ മുട്ടാണ്ട കഴിഞ്ഞില്ലടോ ഇത്രയും കാലം. അതുപോലെ അതൊന്നും എന്താ നായരട്ടാ. പിന്നെ ഒരു ഉഗ്രം വിസ വന്ന് കിടക്കുന്നുണ്ട് അടുത്ത്. കെന്റോണിയേക്ക്. കെന്റോണി? ആ, അവിടെ ചായക്കടക്കാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ. നമ്മളവിടുത്തെ പെട്രോളിന്റെ ഡിമാൻഡാണ് അവിടെ പരിപ്പോടക്കി. അതറിയങ്ങൾക്ക് ആദ്യം. എന്നാലേ ഞാൻ നാരായണനോടൊന്ന് ചോദിച്ചോക്കട്ടെ. അതിനിപ്പോ എന്താ? അല്ല നാരായണിയ, എന്താ വേണ്ട? ഇങ്ങള് പോയി വരികട്ടെ. കേട്ടില്ല നിങ്ങള്? അപ്പ പോവാനെ. നേരട്ടാ, നിങ്ങളെ വിശദ ഐശ്വര്യമായിട്ട് പിടിച്ചോളി. ആയിക്കോട്ടെ, തന്നോളി. അപ്പൊ സുലൈമാനെ, അടുത്ത ലീവിന് കാണാം. അതാണ്. നാരായണിയ, പീടിയുടെ നേരട മറക്കണ്ടേ കേട്ടോ. കുട്ടിയോളെ നല്ല നോക്കിക്കോളോ ഉണ്ടോ? ഏട്ടൻ പോയിട്ട് വരാം. പണ്ടാറടങ്ങാൻ അങ്ങനെ അങ്ങോട്ട് പോന്നതാണ്. പക്ഷെ എന്തൊക്കെയോ ഒരു പിടുത്തം കിട്ടായ്മ ഉണ്ട് ഇവിടെ. സുലൈമാൻ തന്നെ അല്ലേ അത്? ഹലോ മിസ്റ്റർ നായർ, താങ്കൾ എന്താ സ്വപ്നം കാണുന്നുണ്ടോ? അല്ല, ഓരോന്ന് ആലോചിച്ച് അങ്ങനെ ഇരുന്നോ? എങ്കിൽ നമുക്ക് മേക്കപ്പ് തുടങ്ങാം. നിങ്ങളെ
കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. അതുണ്ടാകുമ്പോഴോ അതെ, ഈ മനുഷ്യരിൽ നിന്ന് കുരങ്ങന്മാരിലേക്കുള്ള പരിണാമത്തിൽ സർവ്വസാധാരണയാണ്. ഈ വാല് രോമം പിടിപ്പിക്കുമ്പോഴേക്കും അതെല്ലാം മാറിക്കിട്ടും. Makeup ready. Wow, what a beauty. Now you are looking like a monkey. Yes, sir. Hey monkey. God. Yes. 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 Wow. Real monkey. What a beautiful time to start. തുടങ്ങാൻ നമുക്ക്. Come on. ദക്ഷിണ വെച്ചോളൂ. Come on. See? This is a tire and you go through this tire. Okay? Go. 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 Come on. Wow. Fantastic. Come on. Do it again. Go. 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 Yes. Very good. Very good. See? അടുത്തത് വളരെ സിമ്പിൾ ആയ ഒരു എക്സസൈസ് ആണ്. മെയ് വഴക്കമുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കമോൺ, ശ്രദ്ധിച്ചോളൂ. ദിസ് ഇസ് എ ടൈ. ഐ പുട്ട് മൈ ഫസ്റ്റ് ലെഗ്, പുട്ട് മൈ സെക്കൻഡ് ലെഗ് ആൻഡ് പുട്ട് മൈ ഹെഡ്. വൗ! ഗുരു, ഗുരു വരൂ, ഗുരു വരൂ. പറ പറ. എന്തേ? ഒരു സിമ്പിൾ, വളരെ സിമ്പിൾ ആയ ഒരു എക്സസൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയി ചെയ്യാം. ഓക്കെ? ക്യാൻ വി ഡാൻസ്? ടങ്കണക്കു 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 ഡാൻസ്. Come on, give your hands. Okay? 1, 2, 3. 1, 2, 3. 1, 2, 3. ലോക സർക്കസ് ചരിത്രത്തിൽ ആദ്യമായി ഇതാ കെൻഡോണിയൻ സർക്കസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു മനുഷ്യനെ പോലെ പെരുമാറുന്ന ഒരു കുരങ്ങന്റെ അഭ്യാസ പ്രകടനങ്ങൾ. ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു മനുഷ്യ കുരങ്ങൻ. Okay. Go. 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 Yes, sir. ഇതാ ആദ്യമായി നിങ്ങൾക്കിടയിലൂടെ റേഷൻ ഷോപ്പിൽ പോകുന്ന കുരങ്ങൻ. ഇതാ അടുത്തതായി നിങ്ങൾക്കിടയിലൂടെ സൈക്കിൾ ചവിട്ടുന്ന കുരങ്ങൻ.
ഇതാ ചായക്കട നടത്തുന്ന കുരങ്ങൻ. അതങ്ങോട്ട് പറയുങ്ങള്. അത് ശരി. ആദ്യമായി ചായ ഉണ്ടാക്കുന്ന കുരങ്ങൻ. ഇതാ ദോശ ചുടുന്ന കുരങ്ങൻ. ഇതാ പൊറോട്ട അടിക്കുന്ന കുരങ്ങൻ. ഇതാ ചായക്കട നടത്തുന്ന കുരങ്ങൻ. സർക്കസ് സുന്ദരിയെ പ്രണയിക്കുന്ന കുരങ്ങൻ, വിറക് വെട്ടുന്ന കുരങ്ങൻ, വെള്ളം കോരുന്ന കുരങ്ങൻ, ചായക്കട നടത്തുന്ന കുരങ്ങൻ, ഇതാ ലോൺ എടുക്കുന്ന കുരങ്ങൻ. ഇതാ കുരങ്ങനെ അഭ്യാസ പ്രകടനങ്ങൾ. കെന്റോണിയൻ സർക്കസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു മനുഷ്യനെ പോലെ പെരുമാറുന്ന ഒരു കുരങ്ങന്റെ അഭ്യാസ പ്രകടനങ്ങൾ. കുരങ്ങന്റെ പ്രകടനവും കാണികൾക്ക് മടുത്തുടങ്ങിയിരിക്കുന്നു. പണ്ടത്തെ പോലുള്ള കയ്യടൊന്നും പല്ലട്ടോ. കുരങ്ങന്റെ പ്രകടനം മോശമായ അതിന്റെ ഉത്തരവാദിത്വം മാസ്റ്റർ കൂടിയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? കുരങ്ങനെ പോഷകാഹാരം കൊടുക്കണം എന്ന് ഞാൻ മാനേജ്മെന്റിനോട് പല ആവർത്തി ഞാൻ പറഞ്ഞതാണ്. അതിനുള്ള മെനു വരെ ഞാൻ അവർക്ക് നൽകിയതാണല്ലോ. മെനു അയാളുടെ മുറിയിൽ തന്നെ ഉണ്ട്. അതിനിതുവരെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്നെ പറയരുത്.
മാസ്റ്ററെ തീരെ വയ്യട്ടോ. മേലാകെ തളരണു. നായർ, എല്ലാ ജോലിയുടെയും തുടക്കത്തിൽ ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, പിന്നെ അങ്ങോട്ട് പ്രൊമോഷൻ അല്ലേ? അതെ, പണിയെടുക്കാൻ എനിക്ക് മടി ഉണ്ടായിട്ടല്ല. അത് ഞാൻ ചെയ്യും. പക്ഷെ നേരത്തിന് തിന്നാൻ തരണം, അതാണ് മര്യാദ. വിശപ്പ് ക്രിയേഷന് തടസ്സമാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നാളെ ഞങ്ങളൊരു അവലോകന യോഗം കൂടുന്നുണ്ട്. ആ യോഗത്തിൽ താങ്കളുടെ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ നിങ്ങളിലൊന്ന് പോവാ സമ്മതിക്കോ? നായർ, നിങ്ങൾ ഈ നാടൻ ചിന്തകൾ ഒഴിവാക്കണം, എന്നാലല്ലേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയൂ. എക്സാക്ട്ലി. വാരൂരാൻ പറ്റണാവോ? സംശയം എന്തിരിക്കുന്നു? നന്നായി പ്രാർത്ഥിച്ചോളൂ. എന്റെ ഹനുമാൻസ്വാമിയെ രക്ഷിക്കണേ. എങ്കിൽ അവലോകന യോഗം തുടങ്ങട്ടെ. യെസ് സർ. യെസ് സർ. Now this one reaching out to all the lovers. Cheers! Or maybe even making up. Check it. വളരെ വിശദമായി ഞാൻ പരിശോധിച്ചു. അഭ്യാസ പ്രകടനങ്ങളൊന്നും കാലോചിതമാകുന്നില്ല. എല്ലാവർക്കും പരിശീലനത്തിന്റെ നല്ല കുറവുണ്ട്. ഷോ ഇല്ലാത്ത സമയങ്ങളിൽ പരിശീലനം ശക്തമാക്കണം മാസ്റ്റർ. യെസ് സർ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവറ്റയ്ക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അവയ്ക്ക് ചത്തുപോകും. ഗൗരവമുള്ള കാര്യങ്ങൾക്കിടയ്ക്ക് തീറ്റക്കാരൻ സംസാരിക്കരുത്. തീറ്റക്കാരൻ വിശദമായി മറ്റൊരവസരത്തിൽ പുതിയ ഐറ്റം കണ്ടെത്തണം, എന്നാലേ ആള് കൂടൂ. മൃഗങ്ങളെ പുറത്തിറക്കണം. Oh my God! ആ സിംഹത്തിനൊക്കെ പുറത്തിറക്കി എന്തെങ്കിലുമൊക്കെ കാണിക്കണം. വെറുതെ ഇരിക്കുമ്പോഴാണ് ഇവറ്റകൾക്കൊക്കെ തീറ്റക്കാര്യം ഓർമ്മ വരുന്നത്. വെരി ഗുഡ്. എല്ലാത്തിനെയും എൻഗേജ് ചെയ്യിക്കണം. ഫുൾ ടൈം എൻഗേജ്മെന്റിന്റെ സാധ്യത വളരെ വലുതാണ്. അതിനു മുമ്പ് അവറ്റയ്ക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ പറഞ്ഞതിലും കാര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ആ കുരങ്ങനെ സിംഹം തിന്നിട്ട് 1 വർഷം പോലും ആയില്ല. സിംഹമായാലും അല്പമൊക്കെ സാക്രിഫൈസ് ചെയ്യണ്ടേ? സിംഹമായാലും ആരായാലും ശരി, കമ്പനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. എങ്കിലല്ലേ കമ്പനിക്ക് വളരാൻ പറ്റൂ. എക്സാക്ട്ലി. എണീച്ചു നിന്നാലല്ലേ സാക്രിഫൈസ് ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലും തിന്നാലല്ലേ എണീച്ചു നിൽക്കാൻ പറ്റൂ. മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. ഒരു ഡ്രിങ്ക് ഒഴിക്കൂ. യെസ് സർ. സർ, സിംഹത്തെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു സർ. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. പക്ഷെ പരിശീലിപ്പിക്കാൻ വേറെ ആളെ നോക്കേണ്ടി വരും. അതെന്താ മാസ്റ്റർ വിരമിക്കാൻ തീരുമാനിച്ചോ? വിരമിക്കാനല്ല, മരിക്കാൻ. കൂട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സിംഹം ആദ്യം കാണുന്ന ആളെ എന്തായാലും തിന്നും. അത് മിക്കവാറും ഞാനായിരിക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ സാർ. എങ്കിൽ ആ തന്തക്കുരങ്ങനും സിംഹവുമായി ഒരു ഫ്യൂഷൻ അറേഞ്ച് ചെയ്താലോ? എക്സാക്ട്ലി. വെരി ഗുഡ് ഐഡിയ. എക്സാക്ട്ലി. എങ്കിൽ പുതിയ ഐറ്റം അനൗൺസ് ചെയ്യണോ? യെസ് സർ. ലോക സർക്കസ് ചരിത്രത്തിൽ ആദ്യമായി കൻഡോണിയൻ സർക്കസ് അവതരിപ്പിക്കുന്നു. ദിവസേന 4 കളികൾ. അതിസാഹസികമായി രക്ഷപ്പെടുന്ന ഒരു പാവം കുരങ്ങൻ ഈ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, ഇതിപ്പോ ഏതാ മാസം? ഇടവത്തിലെ കാളവേലയ്ക്ക് നാട്ടിലെത്താൻ പറ്റുന്ന വിചാരിച്ചത്.
ഇനിയിപ്പോ ഇവിടത്തെ വേലല്ലാണ്ട വേറൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. നാരായണി, ഈ ഒരു പൊട്ടത്തിയ പിണങ്ങല്ലേ, പൂരത്തിരക്കല്ലേ, അപ്പൊ ഈ അന്തല്ലാണ്ട് എങ്ങനെ നടക്കും? ഞാനതാ പറഞ്ഞത്. നോക്കേ, ആ പിന്നെ അച്ഛൻ വരുമ്പോ ഒരു കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവരണം എന്നാണ് സതീശൻ പറഞ്ഞിരുന്നത്. ഈ ഓനൊന്നേ അവിടെ തന്നെ അങ്ങോട്ട് വാങ്ങിക്കൊടുത്തോ. എന്തേ? ആ പിന്നെ പുറത്തൊക്കെ പോയി വരുമ്പോ അച്ഛൻ നല്ല സ്റ്റൈലായിട്ടുണ്ടാവുന്നല്ലേ സുജാത പറഞ്ഞിരുന്നത്. ഈ ഓളോട് പറയണം അച്ഛൻ ഇപ്പോ നല്ല സ്റ്റൈലായിട്ടുണ്ടെന്ന്. എന്താ മിസ്റ്റർ നായർ ഒറ്റക്കൊരു ഗൂഢാലോചന? നാരായണനോട് ഓരോ വർത്താനം പറഞ്ഞ അങ്ങനെ ഇരുന്നു. നായർ, ഇന്ന് നമുക്ക് പുതിയ ഐറ്റം ഉണ്ട്. നന്നായി മേക്കപ്പ് ചെയ്യണം. ഇക്കോ പ്രൊമോഷൻ ആയോ? പിന്നെന്താ, ഇനി മുതൽ രാജാവിന്റെ കൂടെയല്ലേ കളി. അതെയോ? യെസ്, റെഡി. ഇതാ ലോക സർക്കസ് ചരിത്രത്തിൽ ആദ്യമായി കന്റോണിയൻ സർക്കസ് അവതരിപ്പിക്കുന്നു അതിക്രൂരനായ സിംഹവും ഒരു ഇന്ത്യൻ കുരങ്ങനും തമ്മിലുള്ള മനോഹരമായ ഫ്യൂഷൻ. സഹോദരി കൂടെ നിൽക്കണം. കൂടെ തുറക്കുന്നവരെ ബാക്കിയുള്ള സീനിൽ ഞാനില്ല. അസ്ഥികൾ ഭാരതപ്പുഴയിൽ ഒഴുക്കണം എന്നായിരുന്നു മോഹം. എന്തു വന്നാലും ജീവൻ കളയരുത്. ഇതാ സർക്കസ് സുന്ദരി സിംഹത്തിന്റെ കൂട് തുറക്കാൻ പോകുന്നു. എന്തും സംഭവിക്കും. അയ്യോ, നായർ, എന്തു വന്നാലും ജീവൻ കളയരുത്. നന്നായി പ്രാർത്ഥിച്ചോളൂ. തുറക്കില്ല. എന്താ ഇങ്ങള്? അവന്റെ മുളയങ്കാവിലമ്മയെ രക്ഷിച്ചു. ഒരു വിധത്തിൽ ആ സുഖത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി എത്രയും പെട്ടെന്ന് എന്റെ നാട്ടിലെത്തന്നെ. എങ്ങനെയപ്പൊന്ന് എവിടെ? നെഞ്ഞത്ത് എണീറ്റ് പോടാ. മോത്ത് കണ്ണില്ലടാ കുറഞ്ഞ. ഉഷാർ. സൂപ്പർ. നന്നായിട്ടുണ്ട്. ആ ആ
ഉവ്വോ. ആ. അല്ല നാട്ടില് എന്തായിരുന്നു ഏർപ്പാട്? തുന്നക്കടയായിരുന്നു. ഓ ഊട്ടി. ഓ ഉവ്വേ. അല്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര കാലായി? ഇശികാലയേ. ഓ ഉവ്വേ. അതെ അതെ, ചതിക്കരുത്, ആരോടും പറയരുത്. വയറ്റിപ്പഴപ്പാണേ. ഞാൻ എങ്ങനെ പറയാ? ഞാൻ പറയോ? നമ്മളൊന്നല്ലെങ്കിൽ എടുത്തെടുത്ത നാട്ടുകാരല്ലേ. ആ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ പറഞ്ഞ ഫ്യൂഷൻ അങ്ങോട്ട് ചെയ്താലോ? എങ്ങനെ? തിരുമേനി എന്നെ പിടിക്കാൻ വരും. അടിയെ രക്ഷപ്പെടുത്തി കാണിച്ചു തരാം. എന്ത് വലെ എന്താ സംശയം? നോക്ക നോക്ക. എന്താ തിരുമേനി അടിയ റെഡി ആയിട്ടില്ലേ? വേഗാവാ. ആ നോക്കാം. അയ്യോ സിംഹം! അയ്യോ നാട്ടുകാരെ എന്നെ രക്ഷിക്കണേ. അയ്യോ സിംഹം എന്നെ ഇതാ പിടിക്കാൻ വരുന്നേ. ഇപ്പ പിടിക്കും. അയ്യോ പിടിക്കല്ലേ. ഇപ്പ പിടിക്കും. ഞാനൊരു പാവം കുരങ്ങച്ചനാണ്. ഞാനൊരു ക്രൂരൻ സിംഹമാണ്. അയ്യോ എന്നെ പിടിക്കല്ലേ. ഇപ്പ പിടിക്കും. അയ്യോ ഞാൻ രക്ഷപ്പെട്ടെ. രക്ഷപ്പെടില്ല. അമ്മേ അയ്യോ സിംഹം. അയ്യോ നാട്ടുകാരെ എന്നെ പിടിക്കാൻ വരുന്നു. ഇതാ ഇവരുടെ ഇടയിലേക്ക് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അതിക്രൂരനായ ഒരു കരടി പ്രവേശിക്കുകയാണ്. എന്തും സംഭവിക്കാം. അയ്യോ അയ്യോ കരടി ഓടിക്കോ ഓടിക്കോ കരടി. തിരുമേനി അങ്ങോട്ട് പോലെ അവിടെ കരടി ഇങ്ങോട്ട് വാ. ഇയാളത് ഞാൻ പിടിക്കാം. ഇവിടെ നിൽക്ക്, അങ്ങോട്ട് പോവല്ലേ. എന്താ അങ്ങോട്ട് പോവല്ലേ, അവിടെ കരടി ഉണ്ട്, അത് പിടിച്ച് തിന്നും. കരടിയോ? ആ എവിടെ? ഓ അങ്ങോട്ട് നോക്ക്. തമിഴനാ സെൽവൻ. നല്ല കൃഷിക്കാരനായിരുന്നു കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, സാമ്പാറിലൊക്കെ ഇടില്ലേ ഉരുളക്കിഴങ്ങ്, മനസ്സിലായി. അതിന്റെ കൃഷിയായിരുന്നു മൂപ്പർക്ക്. കഴിഞ്ഞ വരൾച്ചയിൽ ഇങ്ങോട്ട് പോന്നതാ. അത് ശരി, അപ്പൊ നമ്മളാണ്. അത് ശരി. അണ്ണോ വണക്കം കൊടുങ്ങ അണ്ണോ. സെൽവാ പേടിയാ, സീനിയറാ. അല്ല അപ്പൊ ഇവിടെ ഒറിജിനൽ ആയിട്ടൊന്നുമില്ലേ? എടോ ഇവിടെ അങ്ങനെ ഒറിജിനൽ ആയിട്ടൊന്നുമില്ല, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. ആടോ താൻ ഈ സ്ഥലം തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഒന്ന് നോക്കിയേ. എന്ത് എടോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തെടുത്തതല്ലേ. അത് നോക്കി, അതുകൊണ്ടോ അങ്ങോട്ട് നോക്കി കണ്ടോ, അങ്ങോട്ട് നോക്ക്. എടോ ഇതാടോ കെന്റോണിയ. അന്നെ
നമ്മ താനേ കെൻഡോണിയൻസ്. ഇതോടുകൂടി കെൻഡോണിയൻ സർക്കസിന്റെ ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഷോ ഉടൻ ആരംഭിക്കുന്നതാണ്. താങ്ക് യു.